വെറും 2 മിനിറ്റ് കൊണ്ട് നല്ല ചൊടിയും ചൊവയൊക്കെ ഉള്ള ഒരു തനി നാടൻ മാങ്ങാക്കറി ഉണ്ടാക്കാൻ ചേട്ടെ എന്നോ ഒടുക്കത്തെ ടേസ്റ്റ് ആണെന്നറിയോ. വെറും 2 മിനിറ്റ് മതി. ചോറുന്നതിന് മുമ്പ് ഒരു ഒഴിച്ചുകറി ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. കറി കഴിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നല്ല പുളിയുള്ളൊരു പച്ച മാങ്ങ എടുക്കണേ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ഇടികളിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചെറിയുള്ളി വേണം, അതും ഒന്ന് ചതച്ചെടുക്കാം. ഇതിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താവേ. ഇനി ഇഞ്ചി ചതച്ചെടുക്കണം, അതേപോലെ തന്നെ പച്ചമുളകില്ലേ അത് നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി പാൻ എടുക്കുന്നു, അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു. എന്നിട്ടുണ്ടല്ലോ കരിവേപ്പില വറ്റൽമുളക് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്ര ഐറ്റംസ് ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കണം. ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ചെന്ന് വരുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ടാവും, കാരണം നമ്മൾ ചതച്ചാണല്ലോ ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്കില്ലേ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാണല്ലോ സംഭവം സെറ്റാണ്. ചോറിൻ്റെ കൂടെ ഇല്ലേ ഈ ഒരു ഐറ്റം മാത്രം മതി. എന്നാ ഒടുക്കത്തെ ടേസ്റ്റ് ആണെന്നറിയാവോ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇത് കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിലെ ചെറുതായിട്ടൊരു അങ്കമാലി മാങ്ങക്കറിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. സംഭവം വേറെ ലെവലാണ് കേട്ടോ. നമ്മളെന്തോ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തൊരു കറി പോലെ തോന്നും. പക്ഷേ ഇല്ലേ ഇതിന് വെറും 2 മിനിറ്റ് പോലും വേണ്ടത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ.